ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അടുത്തതായി സദ്ഗതി സത്കൃതി സത്ത സത്ഭൂതി സത്പരായണഃ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസ സുയാമുനഃ. 699 നാമം സദ്ഗതി. സത്തുക്കളുടെ ലക്ഷ്യമായതാണ് സദ്ഗതി. ഭഗവാൻ തന്നെയാണ് സജ്ജനങ്ങളുടെ പരമമായിട്ടുള്ള ലക്ഷ്യം. ഉത്കൃഷ്ട ബുദ്ധിയുള്ളവനെയാണ് സദ്ഗതി എന്ന് പറയുന്നത്. ഭഗവാന്റെ ബുദ്ധി ഏറ്റവും ഉത്കൃഷ്ടമാണ്. അത് എല്ലാവർക്കും മനസ്സിലാകുവാനായിട്ട് പ്രയാസമാണ്. അതിനായിട്ട് ഭക്തൻ്റെ മനസ്സും ബുദ്ധിയും ഭഗവാനിൽ തന്നെ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. സദ്ഗതി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ വാസനാമാലിന്യങ്ങളെ അകറ്റി ചിത്തശുദ്ധി ഉണ്ടായി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നാം പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്യണമെങ്കിൽ പോലും അതിനും ആ ഈശ്വരൻ്റെ അനുഗ്രഹം അത്യാവശ്യമാണ്. അപ്രകാരം പരിശുദ്ധമായിട്ടുള്ള ബുദ്ധിയുള്ളവന് മാത്രമേ സദ്ഗതിയായിട്ടുള്ള ഈശ്വരനെ പ്രാപിക്കുവാനായി സാധിക്കുകയുള്ളൂ. അടുത്ത നാമം സത്കൃതി. സത്കർമ്മങ്ങളുടെ മൂർത്തിമത് ഭാവമാണ് ഭഗവാൻ. അതിനാലാണ് ഈ നാമം. നന്മ ഉദ്ദേശിച്ചിട്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. നന്മയെന്ന് പറയുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ധർമ്മത്തിലൂടെ വേണം നന്മ നിലനിർത്തുവാൻ എന്നുള്ള ഒരു സന്ദേശം കൂടി ഭഗവാൻ നമുക്ക് നൽകുന്നുണ്ട്. ബാലി, രാവണൻ ഇവരുടെയൊക്കെ വധം ശ്രീരാമചന്ദ്രൻ ചെയ്തത് രാജ്യം കീഴടക്കുവാനോ പ്രശസ്തിക്കോ ഒന്നും വേണ്ടിയിട്ടല്ല. എന്നാൽ ദുഷ്കർമ്മം ചെയ്തതിന് അവരെ ശിക്ഷിക്കുക എന്ന ഒരു സത്കർമ്മം ചെയ്യാനായിട്ടാണ്. പിതാവിൻ്റെ വാക്ക് പാലിക്കുക എന്ന ഒരു കർമ്മത്തിനാണ് രാജ്യം ഭരിക്കുക എന്നതിനേക്കാളും ശ്രീരാമൻ വില കൽപ്പിച്ചത്. സത്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ത്യാഗമനോഭാവവും കൂടി ഉണ്ടാകേണ്ടതാണ്. സത്കൃതിയായിട്ടുള്ള ശ്രീരാമൻ ത്യാഗത്തിൻ്റെ രൂപം തന്നെയാണ്. അടുത്ത നാമം സത്ത. ഭഗവാൻ സത്താണ്, അതായത് എന്നും നിലനിൽക്കുന്നതാണ്. അതിനാൽ ഉണ്മയാണ്. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ചൈതന്യമായിട്ട് ഭഗവാൻ ഉണ്ടാകും. എല്ലാവരുടെയും ഹൃദയത്തിലാണ് അധിവസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നാമം. അടുത്ത നാമം സദ്ഭൂതി. ബ്രഹ്മമഹിമയെയാണ് സദ്ഭൂതി എന്ന് പറയുന്നത്. എല്ലാ പദാർത്ഥങ്ങളും ഈ പ്രപഞ്ചം തന്നെയും ഭഗവാന്റെ വിഭൂതികളാണ്. ശ്രേഷ്ഠമായിട്ടുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം തന്നെയും ഭഗവാന്റെ വിഭൂതികളാണ്. ആ വിഭൂതികളെ വിശദീകരിക്കുവാൻ തുടങ്ങിയാൽ അവസാനിക്കുന്നുമില്ല. സത് എന്ന പദം ബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രഹ്മവിഭൂതിയാണ് സദ്ഭൂതി. അടുത്ത നാമം സത്പരായണഃ. സത്തുക്കളുടെ പരമമായിട്ടുള്ള മാർഗമാണ് ഭഗവാൻ. ഭഗവാൻ തന്നെയാണ് സത്തുക്കൾ പ്രാപിക്കേണ്ട സ്ഥാനം. ഭഗവാനെ ഓർത്തും ഭജിച്ചും യജിച്ചും നമസ്കരിച്ചും ചെയ്താൽ തീർച്ചയായിട്ടും ഭഗവാനിൽ തന്നെ എത്തിച്ചേരും എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. അടുത്ത നാമം ശൂരസേനഃ. ധാരാളം വീരന്മാരടങ്ങിയ സേനയോട് കൂടിയവനാണ് ശൂരസേനൻ. ശ്രീരാമൻ്റെ വാനരസേന നോക്കിയാൽ അതിൽ ധാരാളം കഴിവുകളുള്ള വാനരന്മാരുണ്ട്. ഹനുമാനെ പോലെ അത്രയും മഹാന്മാരായിട്ടുള്ളവരുണ്ട്. അതിൽ രാമായണത്തിൽ ഓരോ വാനരന്മാരുടെയും പേരെടുത്തു പറയുന്നുണ്ട്. അവരെല്ലാവരും നല്ല കഴിവുള്ളവരായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ യാദവ സേനയിലും അപ്രകാരമുള്ള അംഗങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു നാമം. അടുത്ത നാമം യദുശ്രേഷ്ഠ. യദുവംശത്തിൽ ശ്രേഷ്ഠനായവൻ എന്നർത്ഥം.
ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് യദുവംശത്തിലാണ്. ചന്ദ്രവംശത്തിലെ രാജാവായിട്ടുള്ള യയാതിക്ക് ശർമ്മിഷ്ഠയിൽ 4 മക്കളുണ്ടായിരുന്നു. യദു, ദ്രുഹ്യു, അനദ്രുഹ്യു, പൂരു എന്നായിരുന്നു അവരുടെ നാമങ്ങൾ. രാജ്യം ഭരിച്ച് ആ സുഖഭോഗങ്ങൾ അനുഭവിച്ച് യയാതിക്ക് കൊതി തീർന്നില്ല. വീണ്ടും യൗവനം ലഭിക്കുവാൻ വേണ്ടിയിട്ട് യുവാക്കളായിട്ടുള്ള പുത്രന്മാരോട് തൻ്റെ വാർദ്ധക്യം സ്വീകരിച്ചിട്ട് അവരുടെ യൗവനം നൽകാനായി ആവശ്യപ്പെട്ടു. ആ ഒരു കാര്യത്തോട് അങ്ങനെ ചെയ്തു കൊടുത്തത് ഇളയ മകനായിട്ടുള്ള പൂരുവാണ്. അങ്ങനെ കുറേ നാൾ യയാതി മഹാരാജാവ് രാജ്യം ഭരിച്ചു. അതിനുശേഷം അതിലൊക്കെ ഒരു മടുപ്പ് തോന്നിയിട്ട് യൗവനത്തെ പൂരുവിന് നൽകിയിട്ട് വാർദ്ധക്യത്തെ വീണ്ടും സ്വീകരിച്ചു. ആ ഇളയ മകൻ്റെ ആ ഒരു പിതൃസ്നേഹത്തിൽ സന്തുഷ്ടനായിട്ടുള്ള രാജാവ് ആ രാജ്യാധികാരം പൂർണ്ണമായിട്ടും പൂരുവിനായിട്ടാണ് നൽകുന്നത്. മറ്റു 3 പേർക്കും അവരുടെ വംശത്തിനും രാജാവിൻ്റെ ഒരു അംഗീകാരമോ അങ്ങനെ രാജാവിൻ്റെ ഒരു അവകാശങ്ങളോ ഒന്നും നൽകിയില്ല. അങ്ങനെ യയാതിയുടെ മൂത്ത മകനായിട്ടുള്ള യദുവിൻ്റെ വംശപരമ്പരയാണ് യാദവന്മാരെന്ന പേരിൽ ഉണ്ടായത്. അവർക്ക് രാജചിഹ്നങ്ങളോ അങ്ങനെ അതൊന്നും ധരിച്ചിട്ട് രാജാവാകാനുള്ള ഒരു ഭാഗ്യവും ലഭിച്ചില്ല. ആ വംശത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത്. ആ യദുവംശത്തിലെ ശ്രേഷ്ഠനായതുകൊണ്ടാണ് ഭഗവാന് യദുശ്രേഷ്ഠ എന്ന നാമം. അടുത്ത നാമം സന്നിവാസഃ. ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും ആശ്രയസ്ഥാനമായിട്ടിരിക്കുന്നു ഭഗവാൻ. അങ്ങനെയുള്ള എല്ലാ സത്തുക്കളായിട്ടുള്ളവർക്കും അഭയം നൽകുന്നു. തന്നെ ശരണം പ്രാപിച്ചവരെ ഭഗവാൻ കൈവെടിയുകയില്ല. ആ ഒരു കാര്യമാണ് ഈ ഒരു നാമത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. മാരീചനും വിഭീഷണനും ഒക്കെയും ശ്രീരാമൻ അഭയം നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു പ്രാവശ്യം ഭഗവാന്റെ സ്നേഹത്തിന് പാത്രമായിട്ട് എന്തെങ്കിലും മനംമാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നീട് മാപ്പ് നൽകുകയുമില്ല. അതാണ് മാരീചനെ ഒരു പ്രാവശ്യം ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ രാവണനെ സഹായിക്കാനായിട്ട് പൊന്മാൻ്റെ വേഷത്തിൽ വന്നപ്പോൾ ശ്രീരാമൻ അമ്പ് ചെയ്ത് മാരീചനെ വധിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി ഈ തലങ്ങളിലുള്ള ധർമ്മങ്ങളെയൊക്കെ പരിത്യജിച്ചിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. അതിനാൽ ദുഃഖിക്കേണ്ട എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം ഇങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെയും ഒഴിവാക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിത്യജിച്ചിട്ട് ഭഗവാനിൽ ശരണാഗതി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കണം. ആ ഒരു ബുദ്ധിയുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ വിവേചനമാണ്. മനസ്സ് മനനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. മനുഷ്യരെന്നാൽ കരുതുന്നത് ഇതൊക്കെയും ചെയ്യുന്നത് താൻ തന്നെയാണെന്നാണ്. ഇതാണ് അഹങ്കാരം. അതൊക്കെ ഉപേക്ഷിച്ച് നമ്മുടെ സ്വധർമ്മം നിർവഹിച്ച് ഭഗവാനെ തന്നെ എല്ലാത്തിൻ്റെയും ആശ്രയസ്ഥാനമായിട്ട് കരുതി ജീവിക്കുക എന്നുള്ള ഉപദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്രകാരം ഉള്ള സത്തുക്കളെ ഭഗവാൻ സർവ്വപാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് മോക്ഷം നൽകുന്നു. അതുപോലെ ദുഃഖിക്കാൻ പാടില്ല എന്നുള്ള ഒരു സൂചന ഗീതയുടെ തുടക്കത്തിലും ഏറ്റവും അവസാനവും ഭഗവാൻ നൽകുന്നുണ്ട്. അടുത്ത നാമം സുയാമുനഃ. യമുനാ നദിയെ പരിശുദ്ധമാക്കിയവനാണ് സുയാമുനൻ. യമുനയ്ക്ക് കാളിന്തി എന്നൊരു പേരുമുണ്ട്. വൃന്ദാവനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് യമുന. ശ്രീകൃഷ്ണനും ഗോപന്മാരും ഗോപികമാരുമൊക്കെ അവിടെയാണ് കളിച്ചുകൊണ്ടിരുന്നത്.
ആ ഒരു സമയത്ത് കാളിയൻ എന്ന വിഷസർപ്പം അവിടെ എത്തുകയും ആ ജലം വളരെ മലിനമാക്കുകയും ചെയ്തു, വിഷം നിറയ്ക്കുകയും ചെയ്തു. അത് കുടിച്ച പശുക്കൾക്കും ബാലന്മാർക്കുമൊക്കെ ബോധക്ഷയവും ഒക്കെ ഉണ്ടായി. ഈ വിവരം അറിഞ്ഞപ്പോൾ ഭഗവാൻ കാളിയനെ അവിടെ നിന്ന് രമണക ദ്വീപിലേക്ക് അയച്ചു. കാളിയമർദ്ദനം വളരെ പ്രശസ്തമാണ്. ഓരോ പത്തിയിലും ഭഗവാൻ ചെയ്യുന്ന ആ ഒരു നൃത്തം. എന്നാൽ അതേസമയം തന്നെ കാളിയൻ്റെ വാല് ഭഗവാന്റെ കയ്യിലാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഈ വിചാരങ്ങളൊക്കെ, അഷ്ടരാഗങ്ങളൊക്കെയും ഓരോ പത്തി പോലെ ഉയർന്നുയർന്നുയർന്നു വരുമ്പോൾ ആത്മവിദ്യയിലൂടെ, അതാണ് ആ വാല് ഭഗവാൻ പിടിച്ചിരിക്കുന്നത്, ആത്മവിദ്യയിലൂടെ മാത്രമേ നമ്മുടെ ഉള്ളിലെ ദർപ്പത്തെ ശമിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഒരു പാഠം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ ഓരോ പത്തിയിലും ചവിട്ടുമ്പോൾ അടുത്ത പത്തി ഉയർന്നുയർന്നു വരുന്നു. ജീവിതത്തിൽ ഇതേപോലെ ഒന്നൊഴിയാതെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പരിഹാരം എന്ന് പറയുന്നത് ആത്മവിദ്യ നേടുക എന്നുള്ളതാണ്. അതുപോലെ ഈ കാളിയൻ എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ജലാശയങ്ങളും നദികളും ഒക്കെ കേടാകുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായിട്ടുള്ള ഒരു ഉപയോഗം കൊണ്ടാണ്. എല്ലാം ഉപേക്ഷിക്കുന്നത് ഈ നദികളിലും ഒക്കെയാണ്. അവിടെ വന്ന് അടിയുന്നു. അങ്ങനെ ആ ജലം തന്നെ ഉപയോഗശൂന്യമായിട്ട് മാറുന്നു. ഇന്നത്തെ തലമുറയിൽ നമ്മൾക്ക് ഈ ഒരു കാര്യമൊക്കെ കാളിയനായിട്ട് കാണാനായിട്ട്, പ്ലാസ്റ്റിക്കിനെ നമുക്ക് കാളിയനോട് ഉപമിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ജലമലിനീകരണത്തിനെതിരായിട്ട് ആദ്യം പ്രതികരിച്ചത് ഭഗവാൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹരി ഓം തത്സത്. നന്ദി, നമസ്കാരം.